ഇന്നൊരു വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് വെച്ചിട്ട് വാനില കേക്കും അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 നുള്ള് ഉപ്പുണ്ടാവും. അപ്പോൾ ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുട്ടയുടെ ഒരു സ്മെല്ല് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നന്നായിട്ട് ഫ്ലഫി ആക്കിയതിന് ശേഷം തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഓയിലിന് പകരം വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ചൂടോടുകൂടി ചേർക്കരുത്. ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 കപ്പ് മൈദ, 250 ml കപ്പാണ്. ഇതൊന്ന് അരിച്ചു കൊടുക്കാം. പകുതി അരിച്ചു കൊടുത്ത് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു സ്പച്ചില കൊണ്ടോ അല്ലെങ്കിൽ ഒരു തടിയുടെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഫസ്റ്റ് സ്പീഡിലാണെങ്കിലും ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പയ്യെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നല്ല സ്ലോയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുറച്ച് സമയമെടുത്ത് പയ്യെ അതങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാലും പൊങ്ങി വന്ന മുട്ടയൊക്കെ താന്നു പോകും. പിന്നെ നമ്മളുടെ കേക്കിനധികം ഹൈറ്റ് കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ കേക്ക് ചിലപ്പോൾ ഹാർഡായി പോകും. അതുകൊണ്ട് പയ്യെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. ഇത് തണുത്തതുമല്ല ചൂടുമല്ല, അപ്പം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. വേണമെങ്കിൽ ചെറു ചൂടുള്ള പാല് ചേർക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുന്നതിനൊപ്പം തന്നെ ഈ സോഡാപ്പൊടി സാധാരണ ചേർക്കുന്ന പോലെ ചേർക്കാം. അപ്പോൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് വിനീഗറോ നാരങ്ങാനീരിലോ മിക്സ് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 10-15 സെക്കൻഡ് അതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് മുമ്പേ പ്രീഹീറ്റ് ചെയ്തതാണ്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതൊരു 45 മിനിറ്റ്സ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൻറ്ററിൽ തന്നെ വേണം കുത്തി നോക്കാനായിട്ട്. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്ത് വരുമ്പോൾ സൈഡിൽ നിന്ന് ഒന്നുകൂടെ വിട്ട് വരും. അപ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. കണ്ടോ, സൈഡിൽ നിന്ന് വിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡിലൂടെ ഒരു നൈഫ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ഈസി ആയിട്ട് ഡീമോൾഡായി വരും. ഈ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല സ്പോഞ്ചിയാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാനില കേക്കിനും പിന്നെ വാനില പേസ്ട്രിക്കും അതുപോലെ തന്നെ വൈറ്റ് ഫോറസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ഈ ഒരു സ്പോഞ്ച് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.